Hello everyone. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോസസ് ലോന്റെ തേർഡ് ആപ്ലിക്കേഷൻ ആണ്. വീണ്ടും പരീക്ഷയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. ഒരു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ എടുത്താൽ അവൻ്റെ ഉള്ളിലും അവൻ്റെ മുകളിലും അവൻ്റെ പുറത്തും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡെറൈവ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഷെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലൊന്നുമില്ല, ഫുട്ബോൾ പോലെ തന്നെയാണ് അല്ലേ, ഉള്ളിൽ ഒന്നുമില്ല, കാറ്റോ അത് വാക്യൂം മാത്രമേ ഉള്ളൂ കേട്ടോ. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഷെല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഈ മഞ്ഞ കളർ കൊടുത്ത ആളാണ് ഷെല്ല്. അവൻ്റെ മുകളിൽ മാത്രമേ ചാർജ് ഉള്ളൂ. ബാക്കിയുള്ള രണ്ടുപേരും പച്ചേനെയും വെള്ളേനെയും ഇഗ്നോർ ചെയ്യും. ഈ മഞ്ഞ മാത്രമാണ് നമ്മുടെ ഷെല്ല്. അവൻ്റെ മുകളിൽ യൂണിഫോം ആയിട്ട് നമ്മൾ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ചാർജാണ്? ക്യൂ എന്ന ചാർജ്. ഓക്കെ, കുഞ്ഞ് ക്യൂ എന്ന് പറഞ്ഞ ചാർജാണ് ഇവൻ്റെ മുകളിൽ യൂണിഫോം ആയിട്ട് ടോട്ടലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കാം. ഇനി ഷെല്ലിൻ്റെ റേഡിയസ് എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഷെല്ലിൻ്റെ റേഡിയസ്, ചാർജ് ആയിട്ടുള്ള ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഈ മഞ്ഞ ഷെല്ലിൻ്റെ ഉള്ളിൽ വേറൊരു സ്ഫിയർ എടുക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. ഈ പച്ച സ്ഫിയർ, കുഞ്ഞ് സ്ഫിയർ നമ്മൾ ഈ വലിയ ഷെല്ലിൻ്റെ ഉള്ളിലെടുത്തു. ഓക്കെ, അത് നമ്മുടെ ഗോഷ്യൻ സർഫസ് ആണ്. ഇനി ആ പച്ച സ്ഫിയറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ഗോസസ് ലോ ഉപയോഗിക്കും. ഗോസസ് ലോ എന്താണ്? ഒന്നുമില്ല, ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഈ മൊത്തം മഞ്ഞ ഷെല്ലിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ചാർജും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പം ഈ പച്ച സ്ഫിയർ, അതായത് പച്ച ഗോഷ്യൻ സർഫസ് അതിൻ്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ആ പച്ചേൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടാവും? ഒന്നുമില്ല, കാരണം മഞ്ഞേൻ്റെ ഉള്ളിൽ തന്നെ എവിടെയും ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ പച്ചേൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു ചാർജ് ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ ഈ ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്യൂ 0 ആയിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. ഒബ്വിയസ്ലി ഇ ഇൻറ്റു ഡി എസ് ആയിട്ട് എടുക്കാം. സിമെട്രി പ്രകാരം ഇ ഇൻറ്റു ഡി എസ് ആയിട്ട് എടുക്കും. ഈ പുറത്തെടുക്കാം, കാരണം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ തന്നെ സിമെട്രിക് ആയിരിക്കും അല്ലേ. അത് ഓരോ സ്ഥലത്തും വേറെ ഒന്നല്ല. ഈ സ്ഫിയറിൻ്റെ മുകളിൽ, ഗോഷ്യൻ സർഫസിൻ്റെ മുകളിൽ വേറെ സ്ഥലത്ത് വേറെ ഒന്നല്ല, എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് ഈനെ പുറത്തെടുത്തു. അപ്പോൾ ഇ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി ആരായിരിക്കും 0? ഇന്റഗ്രൽ ഓഫ് ഡി എസ് ആണോ? ഇന്റഗ്രൽ വെറും ഇ ആണോ 0? ഇന്റഗ്രൽ ഓഫ് ഡി എസ് 0 ആവാൻ വഴിയില്ല. കാരണം എന്താണ്? ഇതൊരു സ്ഫിയർ തന്നെയാണ്. അവൻ്റെ ഏരിയ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്താൽ ഒരു ഏരിയ ഉണ്ടാവും, 4π, ഒരു കുഞ്ഞ് r² ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഈ കുഞ്ഞ് ഡി എസ് എന്താണ്? 0 ആവാൻ ഒരു വഴിയുമില്ല, കാരണം അവിടെ ഒരു സ്ഫിയർ ഉണ്ട്, അവൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ പിന്നെ ആരായിരിക്കണം 0? ആരെങ്കിലും ഒരാളുടെ 0 ആവണ്ട. അപ്പോൾ ആരായിരിക്കണം 0? ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കണം 0. അപ്പം ഇലക്ട്രിക് ഫീൽഡ് 0 മനസ്സിലായി. അതായത് ഒരു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവൻ്റെ പുറത്തേക്ക് പോവാം. ഓക്കെ, ഈ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോയിട്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. അവിടെയും 0 ആയിരിക്കുമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പുറത്ത് ഒരു ഗോഷ്യൻ സർഫസ് എടുക്കും. വീണ്ടും ഒരു വലിയ സ്ഫിയർ എടുക്കും. ആ വലിയ സ്ഫിയറിൻ്റെ റേഡിയസ് കുഞ്ഞാറാണ്. ശ്രദ്ധിക്കണം കേട്ടോ, വലിയ സ്ഫിയർ ആണെങ്കിൽ കുഞ്ഞാറേയുള്ള റേഡിയസ്, വലിയ സ്ഫിയർ, അതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. ഇനി അവൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗോസസ് ലോ ഉപയോഗിച്ച് നോക്കാം. വീണ്ടും ഔട്ട്സൈഡ് എടുക്കുകയാണ്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഈ വലിയ വൈറ്റ് വെള്ള സ്ഫിയർ ആണ് കേട്ടോ. ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇപ്രാവശ്യം ഇവൻ്റെ ഉള്ളിലുള്ള ക്യൂ 0 അല്ല, കാരണം ഈ വലിയ സർഫസിനുള്ളിലുള്ള ക്യൂ എന്താണ്? ഈ ഷെല്ലിൻ്റെ മുകളിലുള്ള ക്യൂ ഇല്ലേ, ആ ക്യൂ തന്നെയാണ് അല്ലേ, വേറെ ക്യൂ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ആ ക്യൂ തന്നെ അവിടെ വരും. ക്യൂ ബൈ എപ്സിലോൺ 0 ആയും പോകുന്നില്ല. ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്? ഇ ഇങ്ങോട്ടായിരിക്കും, ഡി എസും അങ്ങോട്ടായിരിക്കും, എല്ലാ പോയിന്റിലും. ഈ പോയിന്റിൽ ഈ ഡി എസ് അങ്ങോട്ട്, ഇയും ഡി എസും അങ്ങോട്ട്, എല്ലാം ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ഡോട്ട് ഡി എസ് വേണ്ട, ഇ ഇൻറ്റു ഡി എസ് മതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈനെ ഞാൻ പുറത്തെടുക്കും. കാരണം എന്താണ്? ഈ വലിയ സ്ഫിയറിലെ എല്ലാ പോയിന്റിലും ഈ സെയിം ആയിരിക്കില്ലേ, ഒരു സംശയമില്ല, ഈ എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. അപ്പോൾ അവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവനെ ഞാൻ ഇൻ്റഗ്രലിനെ പുറത്തെടുത്തു. അപ്പോൾ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് കിട്ടി. ഇനി നിങ്ങൾ പറ, ഒരു സ്ഫിയറിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? ഡി എസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കുഞ്ഞ് ഏരിയ. അങ്ങനെ എല്ലാ കുഞ്ഞ് ഏരിയയും കൂടെ ആഡ് ചെയ്ത് പോയാൽ അവസാനം നമ്മുടെ സ്ഫിയറിൻ്റെ മൊത്തം ഏരിയ കിട്ടും. ഒരു സ്ഫിയറിൻ്റെ മൊത്തം ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ്? 4πr². ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്ഫിയറിൻ്റെ വെള്ള സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് തന്നെ 4πr² ഈ ആർ അല്ല വരേണ്ടത്, ഈ ആറാണ് വരേണ്ടത്, കുഞ്ഞാറാണ് വരേണ്ടത് അല്ലേ. വലിയ വെള്ള സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് വരേണ്ടത്. അപ്പോൾ ഇ ഇൻറ്റു 4πr² ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 കിട്ടി. ക്യൂവിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ ഇവിടെ നിർത്തി 4πr² ഇവിടേക്ക് എടുത്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇ ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ r² എന്ന് കിട്ടും. അതായത് ഒരു പോയിന്റ് ചാർജ് ഇവിടെ വെച്ചിരുന്നെങ്കിൽ അവൻ കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഇക്വേഷൻ അല്ലേ ഇവിടെ.
അതേ ഇക്വേഷൻ ആയിരിക്കും E is equal to 1/4πε0 Q/r². ഒരു ഷെല്ലിൻ്റെ പുറത്തുള്ള ഏത് പോയിന്റിൽ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ, ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ അകലെയുള്ള ഏത് പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ E is equal to 1/ε0 Q/r² ആയിരിക്കും. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. ഇനി സർഫസിലാണെങ്കിലോ ഒന്നുമില്ല. സർഫസിലാണ് എന്തായിരിക്കും, ഈ ആറിനെ മാറ്റിയിട്ട് സർഫസിലെ റേഡിയസ് എന്ന സർഫസിലേക്കുള്ള റേഡിയസ് ക്യാപിറ്റൽ R ആണ്. റിപ്ലേസ് ചെയ്യുക, ഈ കുഞ്ഞാറിനെ മാറ്റിയിട്ട് ക്യാപിറ്റൽ R ആക്കിയാൽ E is equal to 1/4πε0 Q/r². ഇതെന്താണ് ഓൺ ദ സർഫസ്. ഓക്കെ, ഈ മഞ്ഞ സ്ഫിയറിൻ്റെ തന്നെ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലില്ലേ, അവൻ്റെ മുകളിൽ തന്നെ എന്തായിരിക്കും E is equal to 1/4πε0 Q/r². ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി 3 വരച്ച് വെച്ചാൽ 5 or 6 മാർക്ക് നിങ്ങളുടെ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെക്കാം. ഫുൾ ആയിട്ട് എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് വാങ്ങിച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.